ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കാപ്പി തിളച്ചോടുകൂടി നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ആരംഭിച്ചു കേട്ടോ. വ്ളോഗ് ആരംഭിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 7:30 ആകുമ്പോൾ 7:15 കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ജോലികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പതുക്കെയാണ് തുടങ്ങിയത്. ഇപ്പോൾ കാപ്പി തിളച്ചു, ഗ്രീൻ ടീ തിളച്ചു. ഞാൻ ഈ പുട്ടിൻ്റെ പൊടി നനയ്ക്കാൻ പോവാണ്. പുട്ടുപൊടിയും കൂടി നനച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ജോലികളിലേക്ക് കിടക്കാം. അപ്പോൾ പുട്ടുപൊടി നനയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന പുട്ടുപൊടി ആയതുകൊണ്ട് ഒരു 20 മിനിറ്റ് നനച്ച് വെച്ചാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ പുട്ടുപൊടി നനച്ച് വെക്കട്ടെ. അപ്പോൾ പുട്ടുപൊടിയും നനച്ച് കഴിഞ്ഞു. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ പുട്ടുപൊടി നനയ്ക്കുന്നതെന്നൊന്ന് പറയണേ. ഞാൻ പുട്ടുപൊടിയിലേക്ക് കറക്റ്റ് അളവിൽ വെള്ളം എടുത്തിട്ട് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കും. പുട്ടുപൊടി നനയ്ക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി മുറ്റത്തേക്കുള്ള കലാപരിപാടികളൊക്കെ ആരംഭിക്കാൻ പോവാം. മുറ്റം അടിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ ഒന്ന് ചൂട് ഇറങ്ങി കിട്ടും. ഇപ്പോൾ ഗ്രീൻ ടീ നല്ല ചൂടാണ്. അപ്പോൾ ഇനി പതുക്കെ പോയി പുറത്തൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് വരാം. നമുക്ക് ആദ്യം സ്റ്റെയറൊക്കെ ഒന്ന് അടിച്ച് പകുതി ആക്കിയിട്ട് ബാക്കി പുറത്തടിച്ചിട്ട് പിന്നെ സ്റ്റെയർ അടിച്ച് പകുതിയാക്കണം, മുഴുവനാക്കാതെ. സ്റ്റെയർ അടിച്ച് പകുതിയാണെന്ന് വെച്ചാൽ പിന്നെ പുറത്ത് വെയിൽ വരും. അതുകൊണ്ട് സ്റ്റെയർ പകുതി അടിച്ച് പുറത്തേക്ക് പകുതി അടിച്ച് നിർത്തിയിട്ട് ബാക്കി പുറത്തടിച്ച് വെയിൽ വരുന്നതിന് മുന്നേ പുറത്തടിച്ച് തീർത്തിട്ട് വേണം ഇനി അകത്തേക്ക് അടിക്കാനായിട്ട്. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മനസ്സിലായി കാര്യം. എഴുന്നേക്കാൻ വൈകി പോകുമ്പോൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വീടിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴാണെങ്കിലും അടിക്കാമല്ലോ. നിങ്ങളെല്ലാവരും രാവിലെ ഇങ്ങനെയാണോ തുടങ്ങുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണോ അടിച്ചു വരുന്നത്, എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണോ അടിച്ചു വരാറുള്ളത്, അല്ലെങ്കിൽ അടിച്ചു ആയി കഴിഞ്ഞിട്ടാണോ രാവിലെ വീട്ടിലെ ജോലികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല, ഓരോ വീട്ടിലും ഓരോ രീതികളായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ജോലി കംപ്ലീറ്റ് കഴിയുമല്ലോ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ രീതിയിലാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിത് കംപ്ലീറ്റ് അടിച്ചു വാരി കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് അടിച്ച്. അപ്പോൾ അടിച്ചു വാരൽ കഴിഞ്ഞു. പുറത്ത് ഗേറ്റിന് പുറത്തും അടിച്ചു വാരി, ഗേറ്റിൻ്റെ അകത്തും അടിച്ചു വാരി, എല്ലായിടത്തും അടിച്ചു വാരി കഴിഞ്ഞു. ഇനി പോയിട്ട് കുളിക്കുക എന്നുള്ള കലാപരിപാടിയാണ്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പോയി കുളിക്കട്ടെ. അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ അവിയലിൻ്റെ കഷ്ണങ്ങളൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിച്ചിട്ട് വരുമ്പോൾ അവിയലിനുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാമല്ലോ. അപ്പോൾ ഒന്ന് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുളിച്ചിട്ട് വരുമ്പോൾ പിന്നെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അവിയലിന് ഞാൻ കുറച്ച് കഷ്ണങ്ങൾ എടുക്കുന്നുള്ളൂ കേട്ടോ, എല്ലാ കഷ്ണങ്ങളും എടുക്കുന്നില്ല. ഇന്ന് ഇതൊക്കെ ഇത്തിരി ശരീരവേദനയൊക്കെ ഉള്ള കാരണം ശബ്ദം ഇത്തിരി താഴ്ന്നിരിക്കുകയാണ്. അത് എന്നെയും കൂടി ബാധിച്ച്. അയാളുടെ എനർജി പോയപ്പോൾ അത് എന്നെയും ബാധിച്ച്. അതാണ് ഞാനും ഇച്ചിരി ഡൗൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു എനർജി കുറവുണ്ട്. കുളിച്ചൊക്കെ കഴിയുമ്പോൾ എനർജി വരും. അതെ അതെ. ഞങ്ങളതുകൊണ്ട് എഴുന്നേൽക്കാൻ ലേറ്റായെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ എപ്പോഴാണ് കിടന്നത്? ഇന്നലെ 1 മണിയായുള്ളു കിടന്നു. 1 മണിയായുള്ളു. ഞങ്ങൾ വളരെ നേരത്തെ കിടക്കുന്നുണ്ട്. 12 മണിയായപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയി. വേഗം ഉറങ്ങാത്ത ആള് വേഗം ഉറങ്ങിപ്പോയി. അപ്പം ഉറങ്ങണത്ര ഉറങ്ങട്ടെ എന്ന് ഓർത്ത് ഞാൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കാതെ 1 മണി വരെ കാവലിരുന്നു. ഞാൻ അതുകൊണ്ട് 1 മണി കഴിഞ്ഞ് ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ച് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവങ്ങൾ. അല്ല, ഞാൻ 2 ദിവസം ഉറങ്ങിയിട്ടുണ്ടായില്ല. അതാണ്. അപ്പോൾ ഉറക്കം ഇച്ചിരി കുറവുള്ള ആളായത് കാരണം ഞാൻ ഉറങ്ങി കിട്ടിയപ്പോഴത്തേക്ക് അതിൽ ഉറങ്ങിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ മറ്റേ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ തൊട്ടിയിൽ കിടത്തിയിട്ട് കാവലിരിക്കില്ല അമ്മമാര്, അതുപോലെ കാവലിരിക്കുന്നു. രാവിലെ ഉണ്ടായില്ല, അത് ഇപ്പോഴാണ്. രാവിലെ തന്നെ ഈച്ച വന്ന സമയത്തല്ലേ വരുള്ളൂ.
അല്ല അത് ഇത്രയും സമയം ഇപ്പൊ ഈച്ച എവിടുന്ന് ഞാൻ ഇന്നലെ കിടന്നത് നേരെ ഇരുന്നില്ലല്ലേ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാനും കിടന്നെ കട്ടിലിന്റെ വട്ടം കിടന്നിട്ട് ഉറങ്ങിക്കളഞ്ഞു. പിന്നെ എന്ത് കിച്ചൂസ് ഇങ്ങനെ കിടക്കുന്നു പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കിടന്നു. പിന്നെ നേരെ കിടന്നു മതിയെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഷുഗർ ഡൗൺ ആയിട്ട് എന്തോ ആണ്. ഷുഗർ ഡൗൺ ആകുകയും ചെയ്തു. അതാണ് ഞാൻ പിന്നെ ഒട്ടും വിളിക്കാതിരുന്നു. ഉറങ്ങി വഴി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റ് മാറ്റണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഞാൻ വട്ടം കിടന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. പക്ഷെ ബെഡ്ഷീറ്റ് മാറ്റിയില്ലെങ്കിൽ കുഴപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ കുളിക്കാൻ പോകുമ്പോൾ പുട്ട് വെച്ചു. അത് ഞാൻ വെച്ചോളാം. തേങ്ങ ഫ്രിഡ്ജിലുണ്ട്. അയ്യോ തേങ്ങ പൊതിച്ചിട്ടുണ്ടോ? പൊതിച്ചിട്ടില്ല, ഞാൻ പൊതിച്ചിട്ട് വരാം. 2 തേങ്ങ പൊതിക്കാൻ. അപ്പൊ ഞാൻ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് നേരെ ആക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാജുവേട്ടൻ തേങ്ങ പൊതിച്ചിട്ട് വരട്ടെ. അതിനുശേഷം ഞാൻ കുളിച്ചു കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ പുട്ട് ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ച് പുട്ടും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടിൻ്റെ പരിപാടി കഴിയും. അപ്പോൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പുട്ട് കഴിക്കാം. പച്ചക്കറി മുറിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. അവിയലിൻ്റെ കഷ്ണവും കൂടി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് കുക്കായിക്കോളും. ആ സമയത്ത് പുട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് കഴിക്കലും നടക്കും, അവിയലിൻ്റെ കഷ്ണം വേവലും നടക്കും, അരി അടുപ്പത്തിടാം. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തന്നെ നടന്നോളും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിയലാവുന്ന സമയത്ത് തന്നെ ചോറും ആവും. ചായ കുടിക്കുന്ന സമയത്ത് ചോറും കറിയും എല്ലാം റെഡി ആവുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തീരില്ലേ. അതാണ് എൻ്റെ പരിപാടി കേട്ടോ. ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോയും കൂടെ എടുക്കാനുണ്ട്. നാളത്തെ റെസിപ്പി വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ പുട്ടാവട്ടെ. ഈ സമയത്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കട്ടെ. രാജീവേട്ടൻ പുട്ട് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ എന്താ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. ഈ രീതിയിലാണ് ഇവിടെ സ്ഥിരമായിട്ട് അവിയൽ വയ്ക്കുന്നത്. അപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോറ് കുക്കറിലിട്ടിട്ടുണ്ട്. അരി അടുപ്പത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. അരിപ്പം തന്നെ ചോറാവുമല്ലേ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പാനിലേക്ക് മാറ്റി വയ്ക്കാം. സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്ന പാനിലാണ് ഇത് മിക്സ് ചെയ്ത് വെക്കാറ്. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട പാത്രത്തിലേക്ക് തന്നെ എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ്. വേറെ വെള്ളമൊന്നും ചേർത്ത് വേവിക്കില്ല കേട്ടോ. ഇപ്പോൾ കുക്കറിൻ്റെ വിസിൽ വരാറായിട്ടുണ്ട്. കുക്കറിൻ്റെ വിസിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ സംസാരിക്കേണ്ടത് നിൽക്കുകയാണെങ്കിൽ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ കോയിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കോയിൻ ഓരോന്നായിട്ട് എടുത്ത് നീക്കി വയ്ക്കും. അങ്ങനെ കോയിൻ വെച്ചിട്ടാണ് കുക്കറിൻ്റെ വിസിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തെറ്റിപ്പോവില്ല. ഇല്ലെങ്കിൽ കൂടിപ്പോയാൽ ചോറ് വെന്ത് പോവും, കുറഞ്ഞു പോയാൽ ചോറ് വെന്തുണ്ടാവില്ല. അതാണ്. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അടച്ചു വയ്ക്കട്ടെ. ഇതൊരു 10 മിനിറ്റ് ഇരിക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ എടുക്കാൻ പോവാണ്. നമ്മുടെ മത്തങ്ങ പുളിങ്കറിയുടെ വീഡിയോ. മത്തങ്ങ പുളിങ്കറിയുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് റെസിപ്പിക്ക് വേണ്ടി, നാളത്തെ വീഡിയോയാണ്. ഇതൊരു റെസിപ്പിക്ക് വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അവിയലുണ്ടാക്കാം. അപ്പോൾ ഈ റെസിപ്പി കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത്. അതുകൊണ്ട് റെസിപ്പി ഞാൻ പറയുന്നില്ല. വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഈ റെസിപ്പിക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കട്ടെ. മത്തങ്ങ മാത്രമേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമ്മളിപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അവിയലിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചു വയ്ക്കുക.
കഷ്ണങ്ങളൊക്കെ ഒന്ന് ആ വെള്ളമൊക്കെ തിളച്ച് ആവി വന്നു കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഈ സമയത്ത് നമുക്ക് നമ്മുടെ അവിയലിൻ്റെ അരപ്പും കൂടി റെഡിയാക്കി എടുക്കാം. അവിയലിൻ്റെ അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന കഷ്ണങ്ങൾക്കനുസരിച്ച് തേങ്ങ ചേർക്കാം കേട്ടോ. ഒരുപാട് തേങ്ങ വേണ്ട, പക്ഷെ അത്യാവശ്യം തേങ്ങ വേണം. ഒരു അരമുറി, അതായത് ഒരു 1.25 കപ്പൊക്കെ തേങ്ങ ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നതുകൊണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുക. പച്ചമുളക് ഞാനിപ്പോൾ കഷ്ണങ്ങളുടെ കൂടെ വേവിക്കാൻ വെച്ചതുകൊണ്ട് വേറെ ഇതിലേക്ക് ചേർക്കാനില്ല. ഇതൊന്ന് പതുക്കെ ഒതുക്കിയെടുക്കുക. ഒരുപാട് അരഞ്ഞു പോരുത്, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 8-10 ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ഒന്ന് ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോരുത്, പൾസ് ചെയ്ത് മാത്രം എടുക്കുക. അപ്പോൾ ഉള്ളിയും ചേർത്ത് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് ചേർത്തിട്ടും പുളി ചേർത്തിട്ടും മാങ്ങ ചേർത്തിട്ടും ഒക്കെ അവിയലുണ്ടാക്കാം. ഞാൻ തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ആവി വന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഞാൻ ഇന്ന് ഈ ഒരു കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, അവിയൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഇന്നലത്തെ ചുരക്ക മോരുകറി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മത്തങ്ങ പുളിങ്കറി ഉണ്ടാക്കുമ്പോൾ ആ ഒരു മത്തങ്ങ പുളിങ്കറി ഉണ്ടാവും. പിന്നെ ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, വെറുതെ കുറേ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ കഷ്ണങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. കഷ്ണങ്ങളൊന്ന് നന്നായിട്ട് കുക്കായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് പുളിയുള്ള തൈരല്ല കേട്ടോ, അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. തൈരും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. തൈര് ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ അവിയലിൻ്റെ പരിപാടി കഴിഞ്ഞു. ചോറ് ഇതാ കുക്കായി റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി ചോറ് വാർക്കുക എന്നുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാത്രം കഴുകലെല്ലാം കഴിഞ്ഞു. ഇനി അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഈ അരപ്പിലേക്കും കൂടി ഒന്ന് ആവി കയറി ആ തൈരിൻ്റെ പുളിയൊക്കെ കഷ്ണങ്ങളിലേക്കൊന്ന് പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ അവിയൽ റെഡിയാവും. അപ്പോൾ ഇതെല്ലാം ഇനി ഇങ്ങനെ ഒരുമിച്ചാക്കി വെച്ചിട്ട് നമുക്ക് ചോറ് വാർക്കാം. അപ്പോൾ ചോറ് വാർത്ത് കഴിയുമ്പോൾ അവിയലിലേക്ക് ആവിയൊക്കെ കയറിയിട്ടുണ്ടാവും. ഞാൻ ഇനി ചോറ് വാർക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ചോറ് വറുക്കാന്ന് വെച്ചാൽ കുക്കറിൻ്റെ വിസിൽ വന്നിട്ട് കുക്കറിൻ്റെ പ്രഷർ പോകുന്നതിന് മുന്നേ നമ്മൾ തുറക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ടാപ്പ് തുറന്ന് കുറച്ച് വെള്ളം കുക്കറിൻ്റെ മേലെ ഒഴിക്കുന്നത്. കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് തുറക്കുമ്പോൾ ചോറ് വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്ന് പ്രഷർ പോയി തുടങ്ങുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് തുറക്കും. ചോറ് കുക്കായി വന്നിട്ടുണ്ട്. ചോറും റെഡിയായി, അവിയലും റെഡിയായി. ഇന്നത്തെ ജോലികൾ, രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തുടങ്ങി.
നമുക്ക് ചോറിൻ്റെ ആവി ഒന്ന് പോയി കഴിയുമ്പോൾ അടച്ചു വെക്കാം. ഇനി നമ്മുടെ അവിയലൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. ഇതാ അവിയലും റെഡി ആയിട്ടോ. എനിക്കിതുപോലെ കുറച്ച് കുഴഞ്ഞിരിക്കുന്ന ഒരു അവിയലാണ് ഇഷ്ടം, അല്ലാതെ ഡ്രൈ ആയിട്ടിരിക്കുന്ന അവിയൽ ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ കുറേ കറികൾ സദ്യയിലൊക്കെ അവിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന അവിയലാണ് ഇഷ്ടം. ചോറിന് കറി ആയിട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് കുഴഞ്ഞിരിക്കുന്ന അവിയലാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ അവിയലും റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് അടച്ചു വെക്കുക. ഇനി നമ്മൾ ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ അവിയൽ തുറന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ അവിയലിൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോലല്ലോ. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പികളെന്ന് പറയാനും മാത്രമൊന്നുമില്ല, അവിയലിൻ്റെ റെസിപ്പി മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.